പ്രകൃതിൻ്റെ കൂടെ നിന്നിട്ട് ചെയ്ത സിനിമയാണ്, അല്ലാണ്ട് പ്രകൃതിനെ എങ്ങനെയും മാറ്റാൻ നോക്കിയിട്ടില്ല. ഇതിലൊരു വലിയൊരു സെറ്റ് ഇറക്റ്റ് ചെയ്തിട്ടുണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ. അതിൽ എൻ്റെ ആദ്യത്തെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു കൊമ്പും കൂടി വെട്ടാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ പ്രകൃതിൻ്റെ കൂടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അല്ല, അതാണ് ഇത് വളരെ അനിവാര്യമുള്ളതുകൊണ്ടാണ് ഇത്രയും പേരുള്ളത്. ഇതിൽ എൻ്റെ അറിവിൽ ഒരു 171 പേരിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ സിനിമ. പിന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിച്ചിട്ടില്ല. 43-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ. അപ്പോൾ എനിക്ക് പറ്റുന്ന ചില അൺകൺവെൻഷണൽ സംഗതികൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ മാത്രമാണ് ഞാൻ, കാരണം അങ്ങനത്തെ സിനിമകൾ വരാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ വേണമെങ്കിൽ ഇതിനെ നമുക്കൊരു ട്രിലജി എന്ന് വിളിക്കാം, ഒരു ട്രിലജി ഓഫ് സ്ട്രേഞ്ചേഴ്സ്. അപ്പോൾ ആദ്യത്തേലൊരു 3 സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒരു യാത്രയാണ്. രണ്ടാമത്തെ ഒരു 7 സ്ട്രേഞ്ചേഴ്സ് കൂടി ചെയ്യണ ഒരു ദൗത്യമാണ്. ഒരു നെഗറ്റീവ് ദൗത്യമായിട്ട് വേണമെങ്കിൽ കൂട്ടാം. മൂന്നാമത്തത് ഒരു ഹോൾ സൊസൈറ്റി. അതിൽ എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് അല്ലെങ്കിലും ഈ ചെയ്യണ അതിലിപ്പോൾ എല്ലാവരും സ്ട്രേഞ്ചേഴ്സ്, ഇവർ ചെയ്യണ ഒരു വലിയ മഹത്തായൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രിലജിയാണ് എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോളും. അത് ഓരോരുത്തർ വില്ലും മാതിരി വിൽ പവർ. എനിക്ക് ഗുരുവില്ല. അത് ഒരു കണക്കിന് പോയാൽ അത് എന്താണ് പറയുക, നല്ലതാണ്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ എനിക്ക് പലതും ഞാൻ തന്നെ പഠിച്ചെടുക്കേണ്ടി വന്നു. നല്ലതാന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പോൾ ഒരു ഗുരു ആണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അയാളെ ചിലപ്പോൾ ഫോളോ ചെയ്യാം. എനിക്കതുകൊണ്ട് പിന്നെന്താണ് പറയുക, എന്ത് ഞാൻ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പുതുതായിട്ടാണ് തോന്നിയത്. ഇതിന് മുന്നേ ആരും കാണിച്ചിട്ടില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എൻ്റെ സിനിമ കണ്ടിട്ടും ചിലർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അങ്ങനെ തന്നെയാണ്. അതായത് ഇതുവരെ കാണാത്ത ഒരു ശൈലിയിലാണ് ഞാൻ സിനിമ ചെയ്യണത്. അപ്പോൾ അതാണ് ഞാൻ അഡ്വാൻറ്റേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഭാഗ്യവശാൽ ഇതുവരെ ആരും എൻ്റെ അടുത്ത് ഒരു നെഗറ്റീവായിട്ടില്ല. ഞാൻ പോയി പറഞ്ഞാൽ അത് പറ്റില്ല എന്നോ ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഇന്നുവരെ ആരും പോയൊരു സിനിമ ചെയ്തു വരും എന്നിട്ട് നോക്കാം എന്നൊന്നും ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് പറയാത്തതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതുവരെ ഈ ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ഒന്നും ഒരു നെഗറ്റീവ് ആൻസേഴ്സ് ആരെയും കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇൻ ദാറ്റ് വേ ഐ മസ്റ്റ് ബി ലക്കി. അല്ലേ, എനിക്ക് ഭയങ്കര ഭാഗ്യം ഉണ്ടാവുമായിരിക്കാം. അല്ല, അവാർഡ് ചെയ്യണതിന് മുന്നേ ഞാനൊരു സിനിമ ചെയ്തോളൂ. അവാർഡ് കിട്ടാൻ ഞാനൊരു സിനിമ ചെയ്തോളൂ. അതിൽ നെടുമുടി വേണുചേട്ടനുണ്ട്, സ്വാതി റെഡ്ഡി ഉണ്ട്, ഫഹദ് ഉണ്ട്. അപ്പോൾ ഇവരൊന്നും ഞാൻ പോയി കഥ പറഞ്ഞപ്പോഴൊന്നും പിന്നെ പറ്റില്ല എന്നാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവാർഡിൻ്റെ പിൻബലമൊന്നും ആയിരിക്കില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറയാൻ തോന്നുന്നുണ്ടാവില്ലായിരിക്കാം ചിലപ്പം. അത്ര കാശ് ചിലവാക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസർ. അപ്പോൾ എങ്ങനെ ഒന്നല്ല അയാളുടെ കാശ് തിരിച്ചുണ്ടാക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ഓഡിയൻസിൻ്റെ പൾസ് എനിക്ക് എങ്ങനെ നോക്കാമെന്ന് അറിയില്ല. ഞാൻ മീ ആസ് ആൻ ഓഡിയൻസ് അങ്ങനെയാണ് സിനിമ കാണുന്നത്. അല്ലാണ്ട് മീ ആസ് എ മേക്കർ, ഞാനൊരു ക്രിയേറ്റർ ആയിട്ടല്ലാണ് ഞാൻ സിനിമ ചെയ്യണത്. ഒരു ഓഡിയൻസ് ആയിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചില സംഗതികൾ രസിക്കും തോന്നുന്നത് എൻ്റെ മനസ്സിൽ ഈ ഒരു ജനറൽ ഓഡിയൻസിനും അത് ഇഷ്ടമാവുന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിനിമ ചെയ്യണത്. പ്രൊഡ്യൂസറിന് വേണ്ടി കോംപ്രമൈസ് ഇതുവരെ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം 3 സിനിമയിലില്ല എനിക്കൊരു കോംപ്രമൈസ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. മേ ബി പിന്നെ ഈ എൻ്റെ തന്നെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ടതായിരിക്കാം. അപ്പോൾ എനിക്കറിയാം എവിടെയൊക്കെയാണ് ഞാൻ തന്നെ സ്വയം കോംപ്രമൈസ് ചെയ്യണതാണ്. അല്ലാണ്ട് ഒരു പ്രൊഡ്യൂസറിന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്താൽ ഇത്ര ചിലവുണ്ടാവുമായിരിക്കാം, അതെങ്ങനെ ചിലവില്ലാണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ആദ്യം ആലോചിക്കും.